ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ ചിത്രമാണ് ഇത്. ഒരു അമ്മുമ്മ പച്ചക്കറികൾ വിൽക്കുകയാണ് കേട്ടോ. നല്ല ഏജിലുള്ള അമ്മുമ്മയാണ്. അവർ പച്ചക്കറികൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു വീഡിയോ ആയിരുന്നു, അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു പിക്ചറ്. നല്ല മഴ പെയ്യുന്ന സമയത്ത് അവരൊരു കുടയുടെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ പച്ചക്കറികൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രായത്തിൽ, ഇത്രയും ഏജായിട്ടുള്ള ഒരു പ്രായത്തിലും ഇത്രയും തണുപ്പിലിരുന്ന് അമ്മമ്മ ജീവിക്കാൻ വേണ്ടി, പണം വേണമല്ലോ, ജീവിക്കാൻ പണം ആവശ്യമാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അധ്വാനിക്കുകയാണ്. നല്ല എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ചിത്രമാണ് കേട്ടോ ഇത്. സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചതാണ് ഒരാൾ. അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പിക്ചർ നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഭിക്ഷ എടുക്കാനായിട്ട് വരുമ്പോൾ ഒരു കാരണവശാലും 10 പൈസ കൊടുക്കരുത്. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ആ ഒരു കുഞ്ഞിനെ വെച്ച് പാരൻസ് പൈസ ഉണ്ടാക്കുവാണ്. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനും അതുപോലെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാനും വേണ്ടിയിട്ട് പാരൻസ് കഷ്ടപ്പെട്ട് അവരെ വളർത്തി വലുതാക്കുന്നു, അവരെ ഒരു നിലയിലെത്തിക്കുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. കുഞ്ഞുങ്ങൾ അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എന്തായാലും നോക്കി മോളിൽ നിന്ന് താഴെ വീഴുമ്പോൾ പിടിക്കാനാണോ എന്തോ അവർ നോക്കി നിൽക്കുന്നുണ്ട്. അത്രയും നല്ല കാര്യം എന്തായാലും അവർ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം തന്നെ. അപ്പോൾ ഇതിനൊക്കെ നമ്മളിവിടെ ഇരുന്നൊരു വീഡിയോ ഇട്ട് പറഞ്ഞുകൊണ്ടോ 10 പേര് വീഡിയോ ഇട്ട് പറഞ്ഞുകൊണ്ടോ യാതൊരു കാര്യവും ഒരു പ്രയോജനവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമവ്യവസ്ഥകൾ തന്നെ ഇതിന് മുൻകൈ എടുക്കാതെ ഒരു വഴി ഉണ്ടാവത്തില്ല. കുട്ടികളുടെ ഭാവിയാണ് നശിപ്പിക്കുന്നത്. ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആദ്യത്തെ ജോലി, അമ്മുമ്മ ചെയ്യുന്ന ആ ജോലിക്ക് വളരെ തുച്ഛമായ പണം മാത്രമായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ആ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഈ ജോലിക്ക് അവർക്ക് നല്ല രീതിയിൽ പണം കിട്ടുന്നുണ്ട്. സാഹസികത കാണിക്കുമ്പോൾ അത്രയും ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. ചിലർക്കെങ്കിലും ആ കുഞ്ഞിനോട് അലിവ് തോന്നിയിട്ട് അത് ഇത്രയും കഷ്ടപ്പെട്ട ആ ഒരു നൂലിൻ്റെ പുറത്ത് നിന്ന് ഈ അഭ്യാസം കാണിക്കുന്നത് കണ്ടിട്ട് പൈസ കൊടുക്കും. തീർച്ചയായിട്ടും നല്ല പൈസ തന്നെ ചിലപ്പോൾ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഭാവിയാണ് ഇല്ലാതാവുന്നത്. ആ കുഞ്ഞൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എത്തേണ്ട ഒരു കുഞ്ഞായിരിക്കും ഒരു പക്ഷേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള ആ ഒരു നിയമം അത്രയും ശക്തമായിട്ട് വന്നാലേ ഇതൊക്കെ നിർത്തുകയുള്ളൂ. കുഞ്ഞുങ്ങളെയൊക്കെ ഇത് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതായിരിക്കും. അവരുടെ പാരൻസ് ഒന്നും ആവില്ല താഴെ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? ആരെങ്കിലുമൊക്കെ ആയിരിക്കും, അവരുടെ സ്വന്തം കുഞ്ഞാണോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അത് മനസ്സിലായില്ലേ? എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യിക്കുന്നതായിരിക്കും ആ ഒരു കുഞ്ഞിനെയൊക്കെ. അപ്പോൾ ഇതൊരു തൊഴിലായി അങ്ങ് മാറിയിരിക്കുകയാണ് കേട്ടോ. ഇത് പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. ഇതിപ്പോൾ ഒരു കടൽ തീരത്താണ് നമ്മൾ കാണുന്നത്. നിറയെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് അവർ ക്യാമ്പും കെട്ടി അങ്ങിരിക്കും കുറച്ച് കുട്ടികളെയും കൊണ്ട്. കുറച്ച് പേര് കുഞ്ഞു കുട്ടികളെ മടിയിൽ വെച്ചുകൊണ്ട് തണ്ടുന്നതാണ്. അതുപോലെ ഇനി ഈ രണ്ട് പിക്ചറും കൂടി കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ അതിനെ ഒന്ന് കമ്പയർ ചെയ്യും. അമ്മൂമ്മ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു, താഴത്തെയുള്ള ആ സ്ത്രീ അന്തസ്സില്ലാതെ ജീവിക്കുന്നു, നാണം ഇല്ലാതെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ചുമ്മാ വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരാളോ 10 പേരോ ഇതിങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിയമം ശക്തമാണ്, ഇതൊക്കെ കാണണം. നിയമവ്യവസ്ഥ എല്ലാം കാണണം. അധികാരപ്പെട്ടവർ ഇതിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇത് ഇത്രയും ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഓരോ പിക്ചർ എടുത്ത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുമ്പോൾ അവരിവിടെ വന്ന് അതിനെ തടയാനുള്ള ഇത് വേണം. അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത് മുതൽ ഇത് എല്ലാം നടക്കും. ആ കുട്ടി എന്നും അത് കുഞ്ഞായിട്ട് തന്നെ ഇരിക്കത്തില്ല, മനസ്സിലായില്ലേ? അടുത്ത കുട്ടി വേണം ഇത് ചെയ്യാൻ അവർക്ക്. നല്ലതായിട്ട് ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് എല്ലാവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. ജനങ്ങളുടെയും അധികാരികളുടെയും നിയമത്തിൻ്റെയും എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ കാണുന്നത്. അടുത്ത തലമുറയെ അവർ ആ വെയിലത്ത് നിർത്തി കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യുക. അത് കാണുമ്പോൾ അറിയാം നല്ല വെയിലുള്ള ഒരു സമയമാണ്. കുട്ടീനെ സ്കൂളിൽ വിടേണ്ട സമയത്താണ് അവരവിടെ നോക്കിക്കൊണ്ട് നിന്ന് കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നത്. നല്ലൊരു പണി. ഇവർക്ക് മുകളിൽ കയറുന്നത് ചെയ്തൂടെ? അത് പറ്റില്ല. കുട്ടി ചെയ്താലേ അവിടെ പൈസ വീഴുള്ളൂ. അതാണ് കൊച്ചിനെ തന്നെ കയറ്റി നിർത്തിയിരിക്കുന്നത്. ആ കുട്ടിയൊന്നും ഇനി വലുതായി കഴിയുമ്പോൾ വേറെ ആരുടെയെങ്കിലും കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകും. അവർക്ക് കൊച്ചുങ്ങൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? വേറെ ആരുടെയെങ്കിലും തട്ടിക്കൊണ്ട് പോക്കോളൂ. പഠിക്കില്ല. സമൂഹം ഒരിക്കലും ഇതൊന്നും പഠിക്കില്ല. നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചിട്ട് എന്ത് കാര്യം? അത് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കിട്ടാതെ പോകുന്നത്, മനസ്സിലായില്ലേ? നിയമം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാലവേല നിരോധിച്ചതല്ലേ, ഈസി ആയിട്ട് ഇതിനെതിരെ നടപടി എടുക്കാമല്ലോ. അതെന്തിനാ ഇപ്പം നിരോധിച്ചത്?
പണത്തിന് വേണ്ടി എന്ത് തോന്നിയവാസവും കാണിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ഇതൊന്നും അത്ര വലിയ സംഭവമായിട്ട് തോന്നത്തില്ല. ഇനി പുസ്തകങ്ങളിൽ ഒതുങ്ങി ചോദ്യചിഹ്നമായി നിൽക്കുന്ന കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട് നമുക്ക്. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. ഏത് വർഷം മുതലാണ് ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത്? 2002 മുതൽ. ബാലവേല റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? കേരളം. കേരളത്തെ ബാലവേല വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം മുതൽ? 2012 മുതൽ. ഈ നിയമങ്ങളെല്ലാം എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് ഓരോ യാത്രകളിലും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ നിയമങ്ങളെല്ലാം ശക്തമായി സമൂഹത്തിൽ പ്രാബല്യത്തിൽ വരിക തന്നെ വേണം. കുട്ടികളെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്, അറിവുകൾ നിക്ഷേപിച്ച് ഭാവി തലമുറയെ വാർത്തെടുക്കുകയാണ് വേണ്ടത്. നാളെ നിർമ്മിക്കേണ്ടത് ഇന്നത്തെ കുട്ടികളാണ്. അതിന് വഴിയൊരുക്കേണ്ടത് മുതിർന്നവരുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.